നമുക്ക് ഇപ്പോൾ ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ്, അതായത് ഈ 4/2024 സർക്കുലർ പ്രകാരം പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് ടെസ്റ്റ് എടുക്കുവാനുള്ള ഒരു ട്രാക്ക്, ഇല്ലെങ്കിൽ ടെസ്റ്റ് എടുക്കുവാനുള്ള ഒരു ഗ്രൗണ്ട് ആക്കണമെങ്കിൽ ഒരു 50 സെൻറ്റ് സ്ഥലം, വണ്ടിയിലാണെങ്കിൽ GPS സിസ്റ്റം വേണം, ഡാഷ്ബോർഡ് ക്യാമറ വേണം. അതേപോലെ തന്നെ നമുക്കിവിടെ 60 പേർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഡെയിലി നടന്നുകൊണ്ടിരുന്നതാണ്. ആ 60 പേർക്ക് നടന്നുകൊണ്ടിരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് നമുക്ക് 30ലേക്ക് വെട്ടിച്ചുരുക്കി. ഈ 30ലേക്ക് വെട്ടിച്ചുരുക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാൾ നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 6 മാസമാണ്. ഇപ്പോൾ ഈ സർക്കുലർ പ്രകാരം പറയുന്നത് പ്രകാരം നമുക്ക് കാലിൽ ഗിയറുള്ള വണ്ടികൾ മാത്രമേ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് നമ്മൾ ഈ സർക്കുലർ പറഞ്ഞിരിക്കുന്നത്. കയ്യിൽ ഗിയറുള്ള MIT തുടങ്ങിയ വണ്ടികളൊന്നും സൂപ്പർ ടെസ്റ്റ് നടത്തിയെന്ന് പറയുന്നത് കേട്ടു ഈയിടെ. സൂപ്പർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡ്രൈവിംഗ് പഠിച്ച ഒരു ടെസ്റ്റിന് വരുന്ന ഒരു കുട്ടി ഒരു MBA അയക്കാൻ, അതായത് ഒരു പോലീസ് വേഷത്തിലുള്ള സാറിനെ ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് തന്നെ ആ കുട്ടികൾക്ക് എത്ര ഡ്രൈവിംഗ് അറിയാമെന്ന് പറഞ്ഞാലും അവരുടെ മുന്നിൽ വരുമ്പോൾ ഒരു പേടിയുണ്ട്. ആ സമയത്താണ് MBAയും മറ്റുള്ള ആളുകളും മീഡിയയും ക്യാമറയും ഇതെല്ലാം കൂടെ വെച്ച് കഴിഞ്ഞ് അവരുടെ അടുക്ക ടെസ്റ്റ് നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരത് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയില്ല. അവർ പേടിച്ച് തന്നെ ആയിട്ടാണ് അത് പരാജയപ്പെടുന്നത്, അല്ലാതെ ഡ്രൈവിംഗ് അറിയാത്തതിൻ്റെ പേരിലൊന്നും അല്ല. ഇന്ത്യ മഹാരാജ്യത്ത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ സ്ഥലമുണ്ട്, അവിടെ എല്ലാം RTO ഓഫീസുകളുണ്ട്. ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്ര വിദഗ്ധമായ രീതിയിൽ കാര്യമായ രീതിയിൽ ടെസ്റ്റ് നടക്കുന്ന സ്ഥലം. അല്ലാതെ വേറെ കാശ്മീർ പോലെ ഈ UP-യിലോ പഞ്ചാബിലോ കർണാടകത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ എവിടെയില്ല ഇങ്ങനെ ഒരു ടെസ്റ്റ് നടക്കുന്ന സ്ഥലം. പിന്നെ എന്തുകൊണ്ടാണ് ഇയാളിങ്ങനെ വാശി പിടിക്കുന്നത്? നമ്മളോടുള്ള ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടിയാണെന്ന് എനിക്ക് പറയാനുള്ളത്. ഡ്രൈവിംഗ് സ്കൂളുകാരോട് ഇയാൾക്ക് വലിയ ദേഷ്യമുണ്ട്, അത് നമ്മളെ തീർക്കുകയാണ്, നമ്മളെ ഇത് ഇല്ലാതാക്കിയിട്ട് വൻകിട മുതലാളിമാർക്ക് കൊടുത്തിട്ട് കാശ് വാങ്ങിക്കാനുള്ള പരിപാടിയാണെന്നാണ് എനിക്കിതിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം ഈ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോയിട്ട് കുറേ നാളുകളായി, നമ്മൾ 25 വർഷത്തോളമായി. ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണ് ഇയാളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കെതിരായിട്ട്. അതിനെതിരെ പ്രതികരിച്ചിട്ട് മരിക്കുന്നവൻ വരെ പോരാടാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഇയാൾ ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അധികാരത്തിൻ മത്തിൻ ഹുങ്കിൽ ഞങ്ങളുടെ നേരെ നിങ്ങൾ വന്നാൽ ഭരണം വേണ്ട ഒരു പുല്ലും വേണ്ട, നേരെ നിന്ന് പൊരുതിയിടാൻ രാവും പകലും നോക്കാതെ വെയിലും മഴയും കൂസാതെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ജീവിക്കാനായി പൊരുതുമ്പോൾ അനുമതി നൽകും കരിനിയമങ്ങൾ നടപ്പിലാക്കിയ ഗണേഷ് കുമാറെ നിങ്ങൾക്കെതിരെ ഉയരുന്നു പ്രതിഷേധത്തിൻ തീജ്വാല. ഞങ്ങൾക്കില്ല രാഷ്ട്രീയം, ഞങ്ങൾക്കില്ല ജാതിമതങ്ങൾ, ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ മാത്രം. ഞങ്ങളുടെ തോളിൽ കയറിയിട്ട് വല്ലാണ്ടങ്ങ് തുള്ളല്ലേ, വല്ലാണ്ടങ്ങ് തുള്ളിയാലോ ഉള്ളം കയ്യിൽ ഒതുക്കും ഞങ്ങൾ. ആരോടും പക പോക്കാനല്ല, അധികാരത്തിൽ കേറാനല്ല, ഭരണമട്ടി മറിക്കാനല്ല, ജീവിക്കാനാണ് ഈ സമരം. ഈ സമരം ജീവിത സമരം. ബഹുമാനപ്പെട്ട ഡ്രൈവിംഗ് സ്കൂൾ സഹപ്രവർത്തകരെ, ടെസ്റ്റിന് വേണ്ടി ഹാജരായിരിക്കുന്ന വിദ്യാർത്ഥിനികളെ, നമ്മൾ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ പ്രതിസന്ധി കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ്, പ്രളയം, ഇതിനെല്ലാം ശേഷം ഡ്രൈവിംഗ് സ്കൂൾ മേഖല മൊത്തത്തിൽ നിർജീവമായിരുന്ന ഒരു മേഖല കുറച്ച് വെച്ച് പോകാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയപ്പോഴാണ് നമ്മുടെ ഫെബ്രുവരി മാസം ഇറങ്ങിയ നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇറങ്ങിയ ഈ 4/2024 സർക്കുലർ പ്രാബല്യത്തിലേക്ക്, അതായത് മെയ് 1-ാം തീയതി തുടങ്ങി ഈ സർക്കുലർ പ്രാബല്യത്തിലേക്ക് വരുമെന്ന് പറയുന്നത്. പക്ഷേ ഈ സർക്കുലർ പ്രകാരം ടെസ്റ്റ് നടത്തുവാനുണ്ട്, അതായത് ഇപ്പം ഈ സർക്കുലർ പ്രകാരം നമുക്ക് ടെസ്റ്റ് നടത്തി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമല്ല. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം, അതായത് നമ്മുടെ റോഡിൻ്റെ ശോചനീയാവസ്ഥയാണ് ഇവിടുത്തെ അപകടങ്ങളുടെ മെയിനായിട്ടുള്ള കാരണം. അപ്പം ഡ്രൈവിംഗ് സ്കൂളുകാരുടെ മേലേക്കാണ് ഈ പഴികൾ മൊത്തം ചാരാൻ വേണ്ടി നോക്കുന്നതും. നമ്മുടെ റോഡിനെ ഡെവലപ്പ് ചെയ്യുകയും റോഡ് നന്നാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അപകടങ്ങൾ പകുതി കുറയുകയും ചെയ്യും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വേണം നമ്മൾ മെയിനായിട്ട് പരിശ്രമിക്കാനായിട്ട്. ഇപ്പോൾ ഈ സർക്കുലർ പ്രകാരം പറയുന്നത് പ്രകാരം നമുക്ക് കാലിൽ ഗിയറുള്ള വണ്ടികൾ മാത്രമേ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ്
നമ്മുടെ ഈ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത്. കയ്യിൽ ഗിയറുള്ള MIT തുടങ്ങിയ വണ്ടികളൊന്നും ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്നാണ് നമ്മുടെ ഈ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാൾക്ക് ലൈസൻസേ ആവശ്യമില്ല. 4 വീൽ ഓടിക്കുന്ന ഒരാൾക്ക് ഓട്ടോറിക്ഷ ഓടിക്കുന്നതിന് യാതൊരു ലൈസൻസും നമുക്ക് ആവശ്യമില്ല. 4 വീലറിൻ്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഓട്ടോറിക്ഷ ഓടിക്കാം. ഈ ഓട്ടോറിക്ഷയുടെ ഗിയർ എവിടെയാണ് വരുന്നത്? എല്ലാ ഓട്ടോറിക്ഷയുടെയും ഗിയർ വരുന്നത് കയ്യിലാണ്. അപ്പോൾ ഈ ഓട്ടോറിക്ഷ 4 വീൽ ലൈസൻസ് ഉള്ള ഒരാൾക്ക് ഓട്ടോറിക്ഷ ഓടിക്കാനുള്ള അനുവാദം കൊടുക്കുന്ന ഈ ഗവൺമെൻറ് കയ്യിൽ ഗിയറുള്ള വണ്ടിയിൽ ടെസ്റ്റ് എടുക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാ എന്നുള്ളത് നമുക്ക് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. അതേപോലെ തന്നെ നമുക്കിവിടെ 60 പേർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഡെയിലി നടന്നുകൊണ്ടിരുന്നതാണ്. ആ 60 പേർക്ക് നടന്നുകൊണ്ടിരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് നമുക്ക് 30ലേക്ക് വെട്ടിച്ചുരുക്കി. ഈ 30ലേക്ക് വെട്ടിച്ചുരുക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാൾ നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 6 മാസമാണ് ലേണിംഗ് ടെസ്റ്റ് നമുക്ക് കാലാവധി തരിക എന്ന് പറഞ്ഞാൽ 6 മാസമാണ്. ഈ 6 മാസ കാലത്തിനിടയിൽ ഇവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാനുള്ള അവസരം കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്. പക്ഷേ 2 മാസം 3 മാസം 4 മാസമായിട്ട് പോലും ഒരിക്കൽ പോലും ഡ്രൈവിംഗ് ടെസ്റ്റിന് അവസരം കിട്ടാത്ത ഒത്തിരി വിദ്യാർത്ഥികൾ ഇങ്ങനെ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയുള്ള അവസരം കാത്തു നിൽക്കുന്നുണ്ട്. അതേപോലെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഫെയിലായി കഴിഞ്ഞാൽ 7 ദിവസം കഴിഞ്ഞാൽ അവൻ അടുത്ത ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നതാണ്. പക്ഷേ അത് മാസങ്ങൾ കാത്തിരുന്നിട്ട് പോലും ഒരാൾക്ക് പോലും ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ് കിട്ടുന്നില്ല. അതെല്ലാം ആ വിദ്യാർത്ഥികളുടെ മൗലിക അവകാശങ്ങളെ ഹനിക്കുന്ന പ്രക്രിയയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്, കർണാടക, ഇവിടെ ഏത് സംസ്ഥാനത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും നമുക്ക് ലേണിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഫീസ് മാത്രമാണ് ലേണിംഗ് ടെസ്റ്റിന് സമയത്ത് മേടിക്കുന്നത്. അതായത് 350 രൂപ മാത്രമാണ് നമുക്ക് ലേണിംഗ് ടെസ്റ്റിന് സമയത്ത് ഫീസായിട്ട് ഈടാക്കുന്നത്. നമ്മുടെ ഈ കേരളത്തിൽ മാത്രം 2 ക്ലാസ്സിന് അപ്ലൈ ചെയ്ത ഒരാൾക്ക് 1455 രൂപ ഫീസായിട്ട് മേടിക്കുന്നുണ്ട്. അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് ഇവരുടെ ലൈസൻസ് പ്രിൻ്റ് അടിച്ച് അയച്ച് പോസ്റ്റിൽ അയച്ച് വീട്ടിൽ കിട്ടുവാനുള്ള പൈസ വരെ ലേണിംഗ് ടെസ്റ്റിന് സമയത്ത് തന്നെ മേടിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള അവസരം കൊടുക്കുന്നില്ല. ഈ ഇത്രയും ഭീമമായ ഒരു തുക മേടിക്കുമ്പോൾ ഗവൺമെൻറ് വേണം ഇവർക്ക് ലേണിംഗ് ടെസ്റ്റിനുള്ള അവസരം ഉണ്ടാക്കാനും ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാനുള്ള ട്രാക്ക്, വണ്ടി, ഇത് മുഴുവൻ ഗവൺമെൻറ് വേണം ഒരുക്കാനായിട്ട്. ഇതൊന്നും ഗവൺമെൻറ് ഒരുക്കാതെ ഈ ഭാരിച്ച ചെലവുകൾ മൊത്തം ഡ്രൈവിംഗ് സ്കൂളുകാരുടെ തലയിൽ കെട്ടിവെക്കുന്നതിനെതിരെയാണ് നമ്മളിവിടെ ഈ പ്രതിഷേധം. നമ്മൾ ഈ ഗവൺമെൻറ്റിൻ്റെ പരിഷ്കാരങ്ങൾക്കെല്ലാം നമ്മൾ സപ്പോർട്ടാണ്, നമ്മളതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇത് മൊത്തം ഡ്രൈവിംഗ് സ്കൂളുകാർ ചെയ്യണം എന്ന് പറയുന്നതും ഖജനാവിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ കുതന്ത്രങ്ങൾക്കെതിരെയാണ് നമ്മൾ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നത്. അതിനാൽ എന്താ പറയുക, ഇന്ന് സംസ്ഥാന വ്യാപകമായി മുഴുവൻ ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളും കരിദിനത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ 4/2024 എന്ന് പറയുന്ന ഈ സർക്കുലർ മൊത്തം പ്രശ്നങ്ങളാണ്. ഈ സർക്കുലർ പിൻവലിക്കുക എന്നാണ് നമ്മുടെ ആവശ്യമായിട്ട് നമ്മളിവിടെ ഉന്നയിക്കുന്നത്. ഈ സർക്കുലർ എന്ന് പിൻവലിക്കുന്നത് വരെ നമ്മൾ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അനിശ്ചിതകാലമായിട്ട് ഈ സമരം മുന്നോട്ടേക്ക് നീങ്ങും. കാരണം ഈ സർക്കുലർ കൊണ്ട് ഡ്രൈവിംഗ് സ്കൂൾ മേഖല മൊത്തം തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കുത്തക ലോബികൾക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. നമ്മളേക്കല്ല, അതായത് ഡ്രൈവിംഗ് സ്കൂളുകാരേക്കാൾ ഉപരി ഇത് പൊതുജനങ്ങളെയാണ് ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്നത്. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ്, അതായത് ഈ 4/2024 സർക്കുലർ പ്രകാരം പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് ടെസ്റ്റ് എടുക്കുവാനുള്ള ഒരു ട്രാക്ക്, ഇല്ലെങ്കിൽ ടെസ്റ്റ് എടുക്കുവാനുള്ള ഒരു ഗ്രൗണ്ട് ആക്കണമെങ്കിൽ ഒരു 50 സെൻറ്റ് സ്ഥലം, അതിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന സജ്ജീകരണങ്ങൾ മൊത്തം, അതായത് ഒരു വണ്ടിയിലാണെങ്കിൽ GPS സിസ്റ്റം വേണം, ഡാഷ്ബോർഡ് ക്യാമറ വേണം. ഈ ഡാഷ്ബോർഡ് ക്യാമറയിൽ നമ്മൾ ഓരോ ദിവസവും നടക്കുന്ന ടെസ്റ്റ് കാര്യങ്ങൾ മൊത്തം നമ്മൾ റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്തിട്ട് ഈ മെമ്മറി കാർഡ് MVI കൊണ്ട് ഈ RTO ഓഫീസിൽ കോപ്പി ചെയ്ത് വെക്കണം. അത് 3 മാസം വരെ നമ്മൾ സൂക്ഷിക്കണം. പിറ്റേ ദിവസം വീണ്ടും ഈ മെമ്മറി കാർഡുമായിട്ട് നമ്മൾ വന്ന് ടെസ്റ്റ് എടുക്കണം. ഇതെല്ലാം ഈ മെമ്മറി കാർഡ് എന്ന് പറഞ്ഞ ഒരു ഇത്രയുള്ളൊരു സാധനമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോൾ നഷ്ടപ്പെടാനും കാര്യങ്ങളെല്ലാം ഇതെല്ലാം വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ 4/2024 എന്നുള്ള സർക്കുലർ പിൻവലിക്കുക. അതേപോലെ ഇവരുടെ പരിഷ്കാരങ്ങളോടെല്ലാം ഡ്രൈവിംഗ് സ്കൂൾ മേഖല യോജിക്കുന്നു. അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു തരിക. ഇപ്പം കേരളത്തിൽ മൊത്തം 86 ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളുണ്ട്. 86 ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകൾ ഉള്ളിടത്ത് സർക്കാരിന് സ്വന്തം 8 ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പുകളിലും ഡ്രൈവിംഗ് സ്കൂളുകാർ വാർഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള നടത്തി തരിക. നമുക്ക് വേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളും, അതായത് ടെസ്റ്റ് എടുക്കാനുള്ള ട്രാക്ക്, മറ്റ് കാര്യങ്ങൾ എല്ലാം ഗവൺമെൻറ് ചെയ്തു തരാൻ തയ്യാറാണെങ്കിൽ ഇതിനോട് സഹകരിച്ച് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് ഈ സർക്കുലർ പിൻവലിക്കുന്നത് വരെ ഞങ്ങളുടെ ഈ സമരം മുന്നോട്ടേക്ക് പോകും. നിങ്ങളെല്ലാവരും അതിനോട് സഹകരിക്കുക. ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന സമരമാണ്. എല്ലാവരും അതിനോട് സഹകരിക്കുക, ഈ സമരത്തെ വിജയിപ്പിക്കുക.